ഇതാ ഇന്ന് വീഡിയോയിലൂടെ നമ്മുടെ വീടുകളിലൊക്കെ സാധാരണയായിട്ട് ഹോസ്പീസുകൾ, മറ്റുള്ള വേസ്റ്റുകൾ, പ്ലംബിങ്ങിനും മറ്റും വരുമ്പോൾ ഉള്ള വേസ്റ്റുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ അതുപോലുള്ള ഒന്ന് ഹോസ്പീസ് അല്ലെങ്കിൽ PVC പൈപ്പ്സ് ഉപയോഗിച്ച് ഒരു ഹോസ്പീസ് വെജിറ്റബിൾ വേസ്റ്റ് മാനുവറിംഗ് യൂണിറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും അടങ്ങിയ സ്ലറിയായും കമ്പോസ്റ്റായും അതിനെ എങ്ങനെ ചെടിക്ക് ലഭ്യമാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഹലോ, ഞാൻ ഷാജു മുല്ലൂർ. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. നമ്മുടെ വീട്ടിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതിൽ ബാലൻസ് വരുന്ന ഒത്തിരി വസ്തുക്കളുണ്ട്. ഇത്തരം വസ്തുക്കൾ എങ്ങനെ ഉപകാരപ്രദമായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ വേസ്റ്റ്, പച്ചക്കറി വേസ്റ്റുകൾ സംസ്കരിച്ചെടുക്കുന്നതിന്, അത് വളമാക്കി മാറ്റുന്നതിനുള്ള ഒരു നൂതനമായിട്ടുള്ള രീതിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമാകും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. നിങ്ങളും ഈ വീഡിയോയിൽ എന്തൊക്കെ കാണിക്കുന്നുവോ അതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. അപ്പം നമുക്കതങ്ങനെ വളമാക്കി മാറ്റാനായിട്ടും ഈ രീതി ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ അത് വളരെ നല്ലതാണല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ പച്ചക്കറി വേസ്റ്റുകളെ മാന്യുവറാക്കി മാറ്റാം, ഏത് രീതിയിലാണ് അത് ചെയ്യേണ്ടത്, എന്തെല്ലാം മെറ്റീരിയൽസാണ് നമ്മളതിന് ഉപയോഗിക്കേണ്ടത്, ഒട്ടും ചെലവില്ലാത്ത രീതിയിൽ നമുക്കതെങ്ങനെ ചെയ്തു തീർക്കാം. അപ്പോൾ ഈ PVC പൈപ്പിൻ്റെ പീസുകൾ നമ്മുടെ വീട്ടിലെ പ്ലംബിങ്ങിനും മറ്റും ധാരാളം PVC പൈപ്പിൻ്റെ പീസുകൾ ബാലൻസ് വരുമല്ലോ. ഈ പീസുകൾ ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് ഈ PVC പൈപ്പുകൾ ഉപയോഗിച്ചിട്ട് ഒരു വെജിറ്റബിൾ വേസ്റ്റ് മാനുവറിംഗ് യൂണിറ്റ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇത് കണ്ട, എൻ്റെ വീട്ടിൽ മിച്ചം വന്നിട്ടുള്ള, പ്ലംബിങ്ങിന് വന്നപ്പോൾ മിച്ചം വന്നിട്ടുള്ള 2.5 ഇഞ്ചിൻ്റെ ഒരു പൈപ്പാണ്, PVC പൈപ്പാണ്. ഈ PVC ഹോസ് നമുക്ക് പല പീസുകളാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൽ പച്ചക്കറി വേസ്റ്റുകൾ നിറയ്ക്കുന്ന ഒരു രീതിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ട്, നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം, വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ആദ്യമായിട്ട് ഞാനിത് എങ്ങനെ പീസുകളാക്കുന്നു എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ പീസുകളാക്കുന്നത് നോക്കുക. ഓക്കെ, ഞാനത് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ PVCയുടെ പൈപ്പ് പീസ് ഞാൻ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാണ്. ഒരു 10 ഇഞ്ച് വെച്ചിട്ട് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. 10 ഇഞ്ച് വെച്ചിട്ട്, 10 ഇഞ്ച് ലെങ്ത്ത് മതി ശരിക്കും നമുക്ക്. കാരണം ഒരു ഗ്രോ ബാഗിൽ കൊള്ളാവുന്ന ഒരു ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഒരു 10 ഇഞ്ച് കണ്ടോ. 10 ഇഞ്ച് വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്യണം. ഇതിൽ നിന്നും ഏകദേശം ഒരു 1 2 3 4 പീസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 4 പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കാം ആദ്യം. അത് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് നോക്കി നോക്കാം. ഒരു എക്സോ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ്, ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ വീട്ടിൽ ബാലൻസ് വരുന്ന PVC പീസുകളൊക്കെ, PVC പൈപ്പുകളൊക്കെ നമുക്ക് ഈ പച്ചക്കറികളുടെ ഈ മിച്ചം വരുന്ന ഭാഗങ്ങൾ വളമാക്കി തീർക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഇതുകൊണ്ട് വളം ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഈ പീസുകൾ എങ്ങനെ ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് പുറത്തുനിന്ന് ക്യാഷ് കൊടുത്തിട്ട് ഇത് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. വീട്ടിൽ മിച്ചം വരുന്ന PVC പീസുകൾ മാത്രം എടുത്താൽ മതി. ആ PVC പീസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അധികം പൈസയുടെ ചിലവൊന്നും വരുന്നില്ല. ശരിക്കും നമ്മളല്ലെങ്കിൽ ഒരു ക്യാനിലും മറ്റുമൊക്കെ ഇട്ടിട്ട്, അല്ലെങ്കിൽ ഒരു യൂണിറ്റിൽ, വേസ്റ്റ് ഡീകമ്പോസിങ് യൂണിറ്റിലൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യുക. ഡീകമ്പോസ് ചെയ്തെടുത്ത് അത് വളമാക്കി തീർക്കുന്നതും കാര്യങ്ങളൊക്കെ. ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ പൈപ്പിൻ്റെ പീസ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ വളം ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാം. ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു PVC പൈപ്പിൻ്റെ മിച്ചം വന്നിട്ടുള്ള ഒരു പീസും പിന്നെ ഒരു എക്സോ ബ്ലേഡ് മാത്രമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. നിങ്ങളും ഇങ്ങനെ വീട്ടിൽ മിച്ചം വരുന്ന PVC പീസുകളാണ് തിരിച്ചെടുക്കുക. അതുപയോഗിച്ചിട്ട് നമുക്ക് ഈ വളം ഉണ്ടാക്കുന്ന രീതി ഒന്ന് നോക്കി നോക്കാം. ഞാനിതെല്ലാം 10 ഇഞ്ചിൻ്റെ പീസുകളായിട്ടാണ് മുറിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കൂടുതൽ ലെങ്ത് ഉള്ള ഗ്രോ ബാഗുകളാണെങ്കിൽ അതിൽ നിറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് കൂടുതൽ ലെങ്ത് എടുക്കാം. ഈ ലെങ്ത് കുറവായതുകൊണ്ട് ഞാൻ 10 ഇഞ്ചിൻ്റെ വെച്ചിട്ട് എടുക്കുന്നു.
അത്രയും മതി. അപ്പോൾ 10 ഇഞ്ച് വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ 3 പീസുകൾ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് 2.5 ഇഞ്ചിൻ്റെ PVC പൈപ്പ് ആയിരുന്നു. ഇത് 2 ഇഞ്ചിൻ്റെ PVC പൈപ്പ് ആയാലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ഇതിന് 2 സൈഡിലും 2 എൻഡ് ക്യാപ്പുകൾ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഈ സൈഡിൽ ഒരു എൻഡ് ക്യാപ്പും ഇപ്പുറത്തെ സൈഡിൽ ഒരു എൻഡ് ക്യാപ്പും ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അത് എന്തിനാണ് ഇട്ട് കൊടുക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം, പതിയെ കാണിച്ചു തരാം, നിങ്ങൾ നോക്കി നോക്കൂ. അപ്പോൾ അതിനേക്കാൾ മുൻപ് ഈ എൻഡ് ക്യാപ്പിൽ ഒരു സൈഡിലിടുന്ന അടിയിലിടുന്ന എൻഡ് ക്യാപ്പില്ലേ, ഇതിന് ഇവിടെ ഒരു ഹോള് അടിക്കണം. ഏകദേശം ഒരു 1 ലിറ്റർ വാട്ടർ ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ വലുപ്പത്തിൽ ഒരു ഹോൾ ഇടണം. മറ്റേ എൻഡ് ക്യാപ്പിന് ഹോൾ അടിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നമുക്കിതൊരു ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് ഡ്രില്ല് ചെയ്ത് ഹോളാക്കി എടുക്കാം. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഇത് കണ്ട മിനി ഹോൾസോ, ഇത് ഈ ചിരട്ടയ്ക്കൊക്കെ ഹോൾ അടിക്കാനായിട്ട് സാധാരണ ഉപയോഗിക്കുന്നതാണ്. ഈ ക്യാപ്പിന് ഹോൾ അടിക്കാനായിട്ടും നമുക്കിത് ഉപയോഗിക്കാം. കണ്ട ഇങ്ങനെയുള്ള ഒരു സോയാണ് മിനി ഹോൾസോ എന്ന് പറയും. ഈ മിനി ഹോൾസോ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡ്രിൽ ചെയ്യാനായിട്ട് സാധിക്കും. കണ്ട, അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഹോൾ അടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. ആദ്യം നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്യണം. ഇതിൽ ടൈറ്റ് ചെയ്യാം. ഇതിങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് നമുക്കത് ഉപയോഗിക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് ഹോൾ അടിക്കുക. ഇത് കണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇതാക്കിയാൽ മതി. ഇതാ ഹോളായി കഴിഞ്ഞു, എൻ്റെ ക്യാപ്പിന് ഹോളായി കഴിഞ്ഞു. ഇത് കണ്ട, ഹോള് കണ്ട, നല്ല ഭംഗിയിൽ ഹോളായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഹോൾ അടിച്ചതിൽ ആ PVC പൈപ്പിൻ്റെ ആ മിനി ഹോൾസുകാരുള്ളിൽ ഒരു പീസ് കയറിയിരിപ്പുണ്ട്. ആ ഹോളിൽ നിന്ന് കട്ടായ പീസാണ്. അത് ഇങ്ങനെ നമുക്ക് ഒരു സ്ക്രൂ ഡ്രൈവറോ മറ്റോ ഉപയോഗിച്ച് ഇങ്ങനെ കുത്തി എടുത്ത് കളയാം. അതിൻ്റെ 2 സൈഡിലും ഹോൾസോടെ 2 സൈഡിലും ഹോളുകളുണ്ട്. അതിലെടുത്തിട്ട് ഇതാ ഇങ്ങനെ വലിച്ചെടുത്ത് നമുക്ക് കളയാവുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് ഹോൾ അടിക്കാനായിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കും ഇതുപോലെ വേസ്റ്റ് കിട്ടിയിട്ടുണ്ട്, അത് നമ്മൾ എടുത്തു കളഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഒരെണ്ണം കൂടി ഹോൾ അടിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇങ്ങനെ വെക്കുക. പിടിക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്, ഒരാളെ പിടിക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഹോൾ അടിക്കുമ്പോൾ ഇങ്ങനെ കിടന്ന് തിരിയും. അപ്പോൾ ആ തിരിയുന്നത് ഒഴിവാക്കാം പിടിക്കുകയാണെങ്കിൽ. ഓക്കെ, ഓക്കെ ഓക്കെ. നമുക്ക് സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഹോൾ അടിക്കാനായിട്ട് സാധിക്കും. ഈസി ആയിട്ട് ഹോൾ അടിക്കുന്നില്ല, അത്രയുമില്ല. അപ്പോൾ അത് 2 വലുത് നമ്മൾ ഹോൾ അടിച്ച് വെച്ചിട്ടുണ്ട്, 2.5 ഇഞ്ചിൻ്റെ. ഇനി 2 ഇഞ്ചിൻ്റെ നമുക്ക് ഒരെണ്ണം കൂടി ഹോൾ അടിച്ച് വയ്ക്കാം. 2 ഇഞ്ചിൻ്റെ ചെറിയ ഗ്രോ ബാഗുകളിൽ നമുക്ക് ഉപയോഗിക്കാം, 2 ഇഞ്ചിൻ്റെ വലിയ ഗ്രോ ബാഗുകളിൽ ഉപയോഗിക്കാം. അപ്പോൾ ചെറുതായിട്ടുള്ള ഒരെണ്ണം കൂടി ഞാൻ ഹോൾ അടിക്കാം. സിമ്പിളായിട്ടുണ്ട്, രണ്ടൊക്കെ പിടിക്കുമ്പോൾ നമുക്ക് വളരെ. അപ്പോൾ നമുക്ക് ഈ ഗ്രോ ബാഗ് നിറയ്ക്കുന്ന എൻഡ് ക്യാപ്പ് ഉപയോഗിച്ചിട്ട് ഈ PVC പൈപ്പിൻ്റെ ഇത് ഉപയോഗിച്ച് നമുക്ക് ഗ്രോ ബാഗ് നിറയ്ക്കുന്ന രീതി ഒന്ന് നോക്കി. ആദ്യമായിട്ട് ഇതിൻ്റെ ഉൾഭാഗത്ത് അടിയിലോട്ടായിട്ട് നമ്മൾ കുറച്ച് മണ്ണിടുന്നു. ഇതിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് മണ്ണിടുക. സാധാരണ നമ്മുടെ ഗാർഡൻ സോയിലാണ് ഇടുന്നത്, അതുകൊണ്ട് അതിൽ പെട്ടെന്ന് കൂടുതലായിട്ടൊന്നും മിക്സ് ചെയ്യുന്നൊന്നുമില്ല. ഇത് ഗാർഡൻ സോയിൽ കുറച്ച് ഇതിലേക്ക് ഇടുന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഗാർഡൻ സോയിൽ ഇടുന്നത്. കുറച്ച് ഗാർഡൻ സോയിൽ അടിഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുന്നു. ഈ ഗാർഡൻ സോയിൽ ഇടുന്ന ഇതിൽ ഒന്നും ആഡ് ചെയ്യുന്നില്ല, കാരണം ഗാർഡനിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് ഇട്ടതായതുകൊണ്ട് നമുക്കൊന്നും ആഡ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമില്ല. ഗാർഡൻ സോയിൽ ഇട്ടു. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് ഇലയുണ്ട്, ഉണങ്ങിയ ഇല. ഈ ഉണങ്ങിയ ഇല നമ്മൾ ഇതിൻ്റെ മീതേക്കായിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉണങ്ങിയ ഇല നമ്മൾ ഇതിലിട്ടിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സ്ഥലത്ത് ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉണങ്ങിയ ഇല ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതെ നമ്മൾ കുറച്ച് ഇത് കണ്ട ചാണകപ്പൊടി, ആട്ടിൻ കാഷ്ടം ഉണങ്ങിയതാണ്. ഈ ആട്ടിൻ കാഷ്ടം ഉണങ്ങിയത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അടിവളമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അടിവളമായിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ അടിവളത്തിൻ്റെ മീതെ നമ്മൾ കുറച്ച് ചാണകപ്പൊടി ഉണ്ട്, ആ ചാണകപ്പൊടിയും കൂടി നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട്. കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ടു. ഇനി ഇതിൻ്റെ മീതെ നമ്മൾ കുറച്ചുകൂടി മണ്ണിട്ട് കൊടുത്തിട്ട് ഗാർഡൻ സോയിൽ തന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നു. നേരത്തെ ഫില്ല് ചെയ്തിട്ടുള്ള അതേ ഗാർഡൻ സോയിൽ തന്നെ കുറച്ച് ഇതിൻ്റെ മുകളിൽ ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. ഗാർഡൻ സോയിൽ ഏത് ചെടി നടുന്നതിനും ഈ രീതി നമുക്ക് ഉപയോഗിക്കാം. കുറച്ച് ഗാർഡൻ സോയിൽ ഇട്ടു. ഈ ഗാർഡൻ സോയിൽ ഇട്ടിട്ട് ഇതിൻ്റെ മീതെയാണ്
നമ്മൾ ഈ PVC-യുടെ ഈ തയ്യാറാക്കിയിട്ടുള്ള ഈ ട്യൂബ് സിസ്റ്റം നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഈ ട്യൂബ് സിസ്റ്റമാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ ട്യൂബ് സിസ്റ്റം നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ കണ്ടോ, നമ്മൾ നേരത്തെ ഹോൾ അടിച്ചിട്ടുള്ള ഭാഗമില്ലേ, ഈ ഭാഗമാണ് അടിയിലോട്ട് വരേണ്ടത്. ഈ ഭാഗം അടിഭാഗത്തോട്ടായിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ വെക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇങ്ങനെ വെച്ചു. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഒരു സൈഡിൽ വെക്കുക. അപ്പോൾ ഇപ്പുറത്ത് നമുക്ക് ചെടി നടാനുള്ള ഒരു പോർഷൻ വേണം. ഈ ട്യൂബ് സിസ്റ്റം നമ്മൾ ഇപ്പുറത്ത് ഈ അറ്റത്ത് ഇങ്ങനെ വെച്ചു. ഈ അറ്റത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള സ്ഥലത്ത് വീണ്ടും മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള ആ ഗാർഡൻ സോയിൽ നമ്മൾ ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, കുറേ ഗാർഡൻ സോയിൽ കൂടി ഇതിൻ്റെ സൈഡിൽ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഫില്ല് ചെയ്യാൻ ഫുള്ളായിട്ട് നമുക്ക് ആവശ്യം എത്രയാണോ ആ ആവശ്യമുള്ളത്ര ഹൈറ്റിൽ നമ്മളിത് ഫില്ല് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഞാനിത് ഒരു പകുതി ഭാഗം വരെ ഫില്ല് ചെയ്ത് കൊടുക്കും, എന്നിട്ട് നിർത്തും. പകുതി ഭാഗം വരെ മാത്രമേ നമ്മൾ ഫില്ല് ചെയ്യുന്നുള്ളൂ. ഇത് ഇങ്ങനെ ഫില്ല് ചെയ്യണത് എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ വിരലും കൂടി അതിൽ പെടാൻ. ഇപ്പോൾ നമ്മൾ നിറച്ചിട്ടുള്ള ഗ്രോ ബാഗിൽ നമ്മളിതാ ഒരു മുളകിൻ്റെ തൈ, കുറച്ച് വലുതാണ്, നടാനായിട്ട് കുറച്ച് നാളെടുത്തു, ലേറ്റായി പോയി. അപ്പം ഞാനത് ഇതിലേക്ക് നടുകയാണ്. ഒരു മുളകിൻ്റെ തൈ ഞാൻ ഇതിലേക്ക് നട്ടിട്ടുണ്ട്. വലിയ തൈയാണ്, ഞാനിതിലേക്ക് നട്ടിട്ടുണ്ട്. ഇനി ഇതിൽ വേസ്റ്റ് ഇറക്കിയത് ഗാർഡൻ സോയിൽ ആയതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല, നേരിട്ട് നട്ടുന്നാലും ഒരു കുഴപ്പമില്ല. പുതിയ സോയിലൊക്കെ ആണെങ്കിൽ ഒരു 4-5 ദിവസമൊക്കെ വെച്ചതിന് ശേഷം വേണം നടാനായിട്ട്. ഇപ്പോൾ ഗാർഡൻ സോയിൽ ആയതുകൊണ്ട് നമുക്ക് നേരിട്ട് നടാം. ഇനി പച്ചക്കറി വേസ്റ്റുകൾ ഇതിലേക്ക് എങ്ങനെ നിറയ്ക്കുക എന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇന്നലത്തെ പച്ചക്കറി വേസ്റ്റ് ആണ്. ഈ പച്ചക്കറി വേസ്റ്റ് നമ്മൾ ഈ ഗ്യാപ്പില്ലേ, നമ്മൾ നിറച്ചിട്ടുള്ള ഈ ഗ്യാപ്പ്, നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഈ ഗ്യാപ്പില്ലേ, ഈ ഗ്യാപ്പിലേക്ക് നമ്മൾ ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കുക. പൈപ്പിൻ്റെ ഉള്ളിൽ നിറയെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഈ വേസ്റ്റ് എടുത്തിട്ട് ഈ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ചെറിയ വേസ്റ്റ് ചെറിയ പീസുകളൊക്കെ ആയിട്ട് ഇടുകയാണെങ്കിൽ എളുപ്പം. ഇതിലേക്ക് ഇങ്ങനെ നിറച്ച് കൊടുക്കുക. ഈ ട്യൂബ് പോലുള്ള പൈപ്പിൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ നിറച്ച് കൊടുക്കുക. ഓരോ ദിവസത്തെ പച്ചക്കറി വേസ്റ്റുകളും ഇങ്ങനെ ഓരോരോ ചെടിയുടെയും കടക്കിൽ നമ്മളിങ്ങനെ ഇട്ട് തയ്യാറാക്കിയിട്ടുള്ള PVC-യുടെ പീസിലേക്ക് നിറച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പച്ചക്കറി വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യാം. ചെടികൾക്ക് അത് വളമായിട്ട് ഉപയോഗിക്കും. അവ നന്നായിട്ട് വളരുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ദിവസവും നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഓരോ ദിവസവും ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ താഴ്ന്ന് പോകും. ഓരോ ദിവസവും കഴിയും തോറും ഇതിങ്ങനെ താഴ്ന്ന് പോകും. അപ്പോൾ നമ്മൾ വീണ്ടും ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. വേസ്റ്റുകൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. പച്ചക്കറികളുടെ വേസ്റ്റുകൾ എടുത്ത് അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ അത് നിറയുന്നത് വരെ ഫില്ല് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഫില്ല് ചെയ്തിട്ട് വേണം നമുക്ക് ഇങ്ങനെ എന്താ പറയുക, ഓരോ ദിവസത്തെയും പച്ചക്കറി വേസ്റ്റുകൾ നമുക്ക് ഇങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ അത് വളരെയധികം ഉപകാരപ്രദമായി തീരും. എല്ലാ സമ്പൂർണ്ണ വളമാണ് ശരിക്കും പറഞ്ഞാൽ. വേണമെങ്കിൽ നമ്മുടെ വീടുകളിൽ ചെടികളുടെ കടയൊക്കെ നമ്മൾ വൃത്തിയാക്കുമ്പോൾ കിട്ടുന്ന പുല്ലുകളില്ലേ, ഈ പുല്ലും നമുക്കിതിൽ ഇതുപോലെ നിറയ്ക്കാവുന്നതാണ്. ഇങ്ങനെ നിറയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ മേൽഭാഗത്ത് ഇതിപ്പോൾ ഞാൻ ബാലൻസ് ഉള്ളത് അടുത്ത 2 കൂടി നിറയ്ക്കാൻ പോവാണ്. ഇവിടെ 2 കൂടി ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 2ലും നിറയ്ക്കാൻ പോവാണ്. ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിലൊക്കെ ചെയ്യണം കേട്ടോ. ഈ ഹോസ്പീസ് വെജിറ്റബിൾ വേസ്റ്റ് മാനുവറിംഗ് യൂണിറ്റ് ഉപയോഗിച്ചുള്ള വേസ്റ്റ് ഡിസ്പോസിങ് സിസ്റ്റം, ജൈവവള സംശുദ്ധീകരണ സിസ്റ്റത്തിലെ ഞാനിതാ അതിൻ്റെ എൻ്റെ ക്യാപ്പ് വയ്ക്കുകയാണ്. നിറച്ചിട്ടുണ്ട്, അതിൽ വേസ്റ്റുകൾ നിറച്ചിട്ടുണ്ട്, കിച്ചൺ വേസ്റ്റുകൾ നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എൻ്റെ ക്യാപ്പ് വെറുതെ വയ്ക്കുകയല്ല, ഒരു പ്ലാസ്റ്റിക് പീസ് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലാണ് ഊരാൻ എളുപ്പം കിട്ടുള്ളൂ. നമ്മളതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക. കണ്ട, ഇത്രയും ചെയ്ത് വെച്ചാൽ മതി, കൂടുതൽ ടൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. ഊരിയെടുത്ത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഇതിലേക്ക് വീണ്ടും നിറയ്ക്കാനായിട്ട് സാധിക്കും. ഇതിൽ മുഴുവൻ വേസ്റ്റ് നിറച്ചിട്ടുണ്ട്. നമ്മുടെ PVC പൈപ്പ് പീസ് ഉപയോഗിച്ചുള്ള വേസ്റ്റ് ഡിസ്പോസിങ് സിസ്റ്റത്തിൽ ഫുള്ള് കിച്ചൺ വേസ്റ്റുകൾ നിറച്ചിട്ടുണ്ട്, പച്ചക്കറികളുടെ വേസ്റ്റുകൾ നിറച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഒരു എൻഡ് ക്യാപ്പ് വെച്ചിട്ട് നമ്മൾ അടയ്ക്കണം, വെള്ളം നനയാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ആ പീസ് വെച്ചിട്ട് വേണം ഇങ്ങനെ അടയ്ക്കാനായിട്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം ഈ പച്ചക്കറി വേസ്റ്റുകൾ വീണ്ടും താഴുമ്പോൾ അതിലേക്ക് അഡീഷണൽ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് ഈ പീസ് വെച്ചില്ലെങ്കിൽ കൃത്യമായിട്ട് ഇത് കിട്ടില്ല, ഊരിയെടുക്കാനായിട്ട് കിട്ടില്ല. കൃത്യമായിട്ട് ഊരിയെടുക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എൻഡ് ക്യാപ്പിൻ്റെ അടിയിലായിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ് വെക്കുന്നത്. നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പീസ് ഇങ്ങനെ വെക്കുക, ഇതിങ്ങനെ ക്ലോസ് ചെയ്യുക.
ഇതിങ്ങനെ ക്ലിയർ ആയിട്ട് ഇടുന്നുള്ളൂ. ഞാൻ ഓരോന്നിലും 3 ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ആ 3 എൻ്റെ ക്യാപ്പുകൾ ഞാൻ വെക്കുന്നുണ്ട് 3. അപ്പോൾ ഇത് 2 എൻ്റെ ക്യാപ്പ് വെച്ചു. ഇതിൻ്റെ മൂന്നാമത്തേതിൻ്റെ മേളിലായിട്ട് പ്ലാസ്റ്റിക് പീസ് നിറച്ചിട്ട് ഒരു ഇൻഡി ക്യാപ്പ് വെച്ചിട്ടുണ്ട്. ഇനി എല്ലാ ദിവസവും ഇത് തുറന്നു നോക്കുക, പ്ലാസ്റ്റിക് പീസ് എടുക്കുക, ഇതിലേക്ക് വീണ്ടും വേസ്റ്റുകൾ നിറയ്ക്കുക, എന്നിട്ട് വീണ്ടും പിന്നെ എൻ്റെ ക്യാപ്പ് വെച്ചിട്ട് അടയ്ക്കുക. അപ്പോൾ ഓരോ ദിവസവും സമൃദ്ധമായിട്ടുള്ള വളം ഈ ചെടികൾക്ക് കിട്ടും. നമുക്ക് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് കൂടിയാണ് ഇത്. കിച്ചൺ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്. നിങ്ങൾ എവിടെയെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ, ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പലരും വാട്ടർ ബോട്ടിലുകളിൽ ചെയ്യാറുണ്ട്, പക്ഷെ അതിന് ഇത്രയധികം സേഫ്റ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനേക്കാളൊക്കെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത്. നിങ്ങൾക്കും ചെയ്തു നോക്കാവുന്നതാണ്. ഇനി ഇതിപ്പോൾ പുതിയ ചെടികളിൽ വെച്ചാൽ നിലവിലുള്ള ചെടികൾക്കും ഇത് വെക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ മുളക് ചെടിയുടെ, ഇതൊരു മുളകിൻ്റെ ചെടിയാണ്, കണ്ടാൽ അറിയാലോ. ഇതിൻ്റെ അടിഭാഗത്ത് കണ്ടോ, ഇതിൽ നിലവിൽ ഇത് നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് കുറച്ച് മണ്ണെടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലും ഒരു PVC-യുടെ പൈപ്പ് സിസ്റ്റം നമുക്ക് സ്ഥാപിക്കാനായിട്ട് സാധിക്കും. ഞാൻ ഈ ഭാഗത്തെ ഇത്രയും ഭാഗത്ത് മണ്ണെടുത്ത് മാറ്റി. ഇത്രയും ഭാഗത്ത് മണ്ണെടുത്ത് മാറ്റിയിട്ട് ഈ മണ്ണെടുത്ത് മാറ്റിയിട്ടുള്ള സ്ഥലത്ത് നമുക്ക് ഒരു പൈപ്പ് സിസ്റ്റം സ്ഥാപിച്ചു കൊടുക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ അടിയിൽ ഒരു ഹോളുള്ള എൻ്റെ ക്യാപ്പ് ഇട്ട്, കണ്ടോ, ഹോളുള്ള എൻ്റെ ക്യാപ്പ് അത് ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചു കഴിഞ്ഞിട്ട് ഈ മണ്ണ് ഇങ്ങോട്ട് സൈഡിലേക്ക് തട്ടിയിട്ട് കൊടുത്താൽ മതി. വേറെ ഒന്നും ചെയ്യാനില്ല. ഈ മണ്ണ് ഇങ്ങനെ സൈഡിലേക്ക് തട്ടിയിട്ട് കൊടുക്കുക. ഇനി ഇതിൽ വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ വേസ്റ്റുകൾ ഇതിൽ നിറയ്ക്കാം. വിത്ത് ഗ്രാസ് അടക്കം നമുക്ക് ഇതിൽ നിറയ്ക്കാം. അത് വളമായിട്ട് ഇത് ഉപയോഗിച്ചോളും. മേൽഭാഗത്താണെങ്കിൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് പീസ് വെച്ചിട്ട് ഈ ടോപ്പ് ഭാഗത്തെ എൻ്റെ ക്യാപ്പ് ഇങ്ങനെ അടച്ചു കൊടുക്കാം. ഇത്ര അടച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് അടച്ചാലും മതി. ഇത്ര ടൈറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അടച്ചാലും മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഈ ചെടിക്ക് ആവശ്യമുള്ള വളം കിട്ടുകയും ചെയ്യും. അപ്പോൾ പച്ചക്കറിയുടെ വേസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ചെടികൾക്ക് വളം ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം, ഈ PVC പീസുകളിലൂടെ PVC പൈപ്പ് പീസുകളിൽ ഫില്ല് ചെയ്തിട്ട് എങ്ങനെ ചെടികൾക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനായിട്ട് മറക്കണ്ട. ബെൽ ഐക്കൺ കൊടുത്തിട്ടുണ്ടാവും, അത് അമർത്തുക, അതിന് മറക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ ബൈ.